സ്നേഹം നിറഞ്ഞ ദുറൂസുൽ അറബിയ പഠിതാക്കളെ, 14ാമത്തെ പാഠം അവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അതില് അധ്യാപകൻ ഇഖ്റ അദ്ദർസ യാ അലി, അലി പാഠം വായിക്ക് എന്ന് പറയുന്നത് വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയത്. നമ്മൾ ഫിഅലു അംർ അത് വരുന്ന രൂപങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. ഫിഅലു അംർ, അതായത് ഫിഅലു മുളാരിഇന്റെ മുഖാത്തബിന്റെ രൂപം എടുക്കാം. ഇപ്പോ ദഖല എന്നുള്ളതാണെങ്കിൽ യദ്ഖുലു അല്ലെങ്കിൽ തദ്ഖുലു എന്നുള്ളത് എടുക്കുക. ആ തദ്ഖുലു എന്നുള്ളതിന്റെ താ ഒഴിവാക്കുക. തദ്ഖുലു എന്നുള്ളതിന്റെ ഐനുൽ കലിമ, അത് ഖ ആണ്. ആ ഖാഇന് ഏത് ലൊമ്മാണോ, ഏതാണോ ഹർക്കത്ത്, അത് ലൊമ്മാണെങ്കിൽ ഇവിടെ ഹംസത്തുൽ വസ്ലിന് ലൊമ്മ കൊടുക്കുക. കെസ്റോ ഫത്ഹ് ആണ് എങ്കിൽ ഹംസത്തുൽ വസ്ലിന് കെസ്റ കൊടുക്കുക. അവസാനത്തേത് സുക്കൂന് കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ രൂപം നമ്മൾ പറഞ്ഞത്. പിന്നെ അത് ഫിഅലു അംർ അത് മബ്നിയാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. എന്തിന്മേലാണ് മബ്നി? അതിന് ഖായിദയുണ്ട്. ഫിഅലുൽ അംർ യുബ്ന അലാ മാ യുജ്സമു ബിഹി ഫിഅലുൽ മുദാരി', യുജ്സമു ബിഹിൽ മുദാരി' എന്നാണ്. ഫിഅലുൽ അംർ, ഫിഅലുൽ അംർ യുബ്ന അത് മബ്നി ചെയ്യപ്പെടുന്നു. അലാ മാ യുജ്സമു ബിഹി മുദാരി', മുദാരി'iന്മേൽ ജസ്മ് ചെയ്യുന്ന അതേ കാര്യത്തിന്മേൽ എന്ത് ചെയ്യും? ഫിഅലുൽ അംർ എന്ത് ചെയ്യും? മബ്നി ആയിരിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് പാഠത്തിലേക്ക് വരാം. അപ്പൊ ഇഖ്റ ഇദ്ദർസ യാ അലി, അലി പാഠം വായിക്കും. അപ്പോ അലി പറയാൻ വായിക്കാൻ തുടങ്ങി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി റജീം. അപ്പോ ഇസ്തിആദ കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ആരംഭിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി റജീം എന്നുള്ളതാണ്. അഊദു ഞാൻ ശരണം തേടുന്നു എന്നാണ്. അപ്പോൾ അത് ഫിഅലു മുദാരി ആണ്. അതേപോലെ തന്നെ അലിഫ് വന്നിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാം, അത് മുത്തക്കല്ലിമും കൂടിയാണ്. ഫിഅലു മുദാരി മുത്തക്കല്ലിമാണ്. അപ്പൊ ഇതിന്റെ അംർ അത് വിശദമായി നമുക്ക് പിന്നീട് പഠിക്കാം. കാരണം നമ്മൾ പറഞ്ഞു ഐനുൽ കലിമ അലിഫോ വാവോ യാഓ ആണ് എങ്കിൽ അതിന്റെ ഫിഅലു അംറിന്റെ രൂപത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദമായിട്ട് പിന്നീട് നമുക്ക് പഠിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നാണ്. ബി എന്നുള്ളത് എന്തായിരിക്കും അവിടെ? ബി ഹർഫു ജർ ആയിരിക്കും അല്ലെ. ഹർഫു ജർ. പിന്നെ അഊദു ബില്ലാഹി എന്നുള്ളത്, അല്ലാഹ് എന്നുള്ളതോ? അയ്യോ, അതോടൊപ്പം ഒന്നുകൂടി പറയണ്ട അതിന്റെ കൂടെ. ഇസ്മുൻ മജ്റൂർ, ലഫ്ളുൽ ജലാല ഇസ്മുൽ മജ്റൂർ ആണ് അല്ലെ. മിനശ് ശൈത്വാനി, മിന എന്നുള്ളത് എന്താ? ആ, അത് മീൻ എന്നുള്ള മിൻ എന്നാണ് അല്ലെ അവിടെ ശരിക്ക്. പക്ഷെ രണ്ട് അലിഫ്ലാം വന്നത്, രണ്ട് സുക്കൂന് വന്നത് കൊണ്ട് എന്ത് ചെയ്യാണ്? മിൻ എന്നുള്ളത് ഹർഫു ജറാണ്. മിൻ എന്നുള്ളത് എന്താണ്? ഹർഫു ജറാണ്. അശ്ശൈത്വാൻ
الشيطان. اسم مجرور. اسم مجرور. പിന്നെ الشيطان الرجيم. نعت ايوه. الرجيم നഅത്താണ്. ബി എന്നുള്ളത് ഹർഫു ജർ. അല്ലാഹി എന്നുള്ളത് എന്താണ്? ലഫ്ലുൽ ജലാല ഇസ്മു മജ്റൂർ. മിൻ എന്നുള്ളത് ഹർഫു ജർ. അശ്ശൈത്താൻ എന്നുള്ളത് ഇസ്മുൻ മജ്റൂർ. അർറജീം എന്നുള്ളത് നഅത്ത്. നഅത്തുൻ മജ്റൂർ. അർറജീമി എന്നാണ് അല്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി അർറജീം. അടുത്തത് ബിസ്മില്ലാഹി അർറഹ്മാനി അർറഹീം അല്ലെ? ബിസ്മില്ലാ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ബി എന്നുള്ളത് എന്താണ്? حرف جر ഹർഫു ജറാണ്. ഇസ്മി എന്നുള്ളത് اسم مجرور ഇസ്മുൻ മജ്റൂർ. പിന്നെ വെറും ഇസ്മു മജ്റൂറാ? ബിസ്മി എന്ന് പറയുമ്പോ ഇസ്മുൻ മജ്റൂർ ഷിബുഹു ജുംലയാണ്. ബിസ്മി എന്നുള്ളത് ഷിബുഹു ജുംലം കൂടിയാണ്. ഓക്കെ. ബി എന്നുള്ളത് ഹർഫു ജർ. പിന്നെ ഇസ്മ എന്നുള്ളത് ഇസ്മുൻ മജ്റൂറാണ്. ബിസ്മി എന്നുള്ളത് ഷിബുഹു ജുംല ഖബറാണ്. ഷിബുഹു ജുംല ഖബറാണ്. അല്ലാ എന്നുള്ളത് ലഫ്ലുൽ ജലാല ഇസ്മു മജ്റൂർ. അല്ലാഹി ബിസ്മില്ലാഹി مضاف അർറഹ്മാനി. إليه അല്ലേ? എങ്ങനെ? മുലാഫിൻ ഇലൈഹി അല്ലേ? അല്ലാഹി ബിസ്മില്ലാഹി എന്നുള്ളടത്ത് ലാഹിന്ന് മുദാഫുൻ ഇലൈഹി അല്ലല്ലോ. അള്ളാഹുവിന്റെ നാമം കൊണ്ട് അങ്ങനെയല്ലേ? അല്ല വരിക. ഇവിടെ ഇസ്മു മജ്റൂർ ആയിട്ടാണ് വരിക. ഓക്കെ. ഓക്കെ. ബിസ്മില്ലാഹി അർറഹ്മാനി എന്നുള്ളതും എന്താണ്? നഅത്തുൻ മജ്റൂർ. നഅത്തുൻ മജ്റൂർ. അർറഹീമി എന്നുള്ളതും നഅത്തുൻ മജ്റൂർ. നഅത്തുൻ മജ്റൂർ. അപ്പൊ ഇവിടുത്തെ ഖബർ അവിടെ ബിസ്മില്ല. ബിസ്മി എന്നുള്ളത് പിന്നെ ഷുബുഹു ജുംല ഖബറാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ ഇവിടുത്തെ സോറി, ഇവിടുത്തെ മുബത്തദ അവിടെ ഖബർ പറഞ്ഞിക്കണമെങ്കിൽ മുബത്തദ ആണല്ലോ. ഇവിടുത്തെ മുബത്തദ അവിടെ മുബത്തദ ഇല്ല. ഇല്ലാതെ വരുമോ? ഇവിടെ ഇബ്തിദാഇ ഫി അയ്യി അംരിൻ എന്നാണ്. അതായത് ഇപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങാണ്. അപ്പൊ എന്താ? ഇബ്തിദാഇ ഫിൽ അക്ലി ബിസ്മില്ല. ഇബ്തിദാഇ ഞാൻ തുടങ്ങുന്നു. എന്ത്? ഫിൽ അക്ലി ഭക്ഷണം കഴിച്ചുകൊണ്ട്. ഭക്ഷണം കഴിക്കൽ എങ്ങനെ? ബിസ്മില്ല അള്ളാഹുവിന്റെ നാമത്തിൽ. അപ്പൊ അവിടെ എന്താണ്? കഴിക്കുക എന്നുള്ളതാണ് അവിടുത്തെ എന്ത്? മുബത്തദ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങുക എന്നുള്ളതാണ് അവിടുത്തെ മുബത്തദ. ഇനി ഞാൻ വായിക്കുകയാണെങ്കിലോ ഇബ്തിദാഇ ഫിൽ ഖിറാഅ ബിസ്മില്ല. അങ്ങനെയാണ്. എന്താണോ അവിടുത്തെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ബിസ്മി ചെല്ലുന്നത്? ഇപ്പൊ നമ്മൾ വാഹനത്തിൽ കയറാൻ വേണ്ടിയിട്ടാണ് ബിസ്മി ചെല്ലുന്നത്. അപ്പൊ അവിടെ എന്താണ്? അവിടെ ആ മുബത്തദ അതാണ്. അപ്പൊ അവിടെ മുബത്തദ എന്തായി? എപ്പോഴും മാറിക്കൊണ്ടേ ഇരിക്കും. എന്താണോ നമ്മുടെ പർപ്പസ് അതിനനുസരിച്ചിട്ടായിരിക്കും എന്നുള്ളത് എന്ത് ചെയ്യാം? നമ്മൾ മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അല്ലെ? ഇത് നമ്മൾ മുന്നേ പറഞ്ഞതാണ് അല്ലെ? ഇതിന്റെ ഇറാബ് നമ്മൾ പറഞ്ഞു. ഇഖ്റ എന്താണ്? ഇഖ്റ ഫിഅ്ലു അംർ ഫിഅ്ലു അംർ. പിന്നെ മബ്നിയുൻ അല സുക്കൂൻ. മബ്നിയുൻ അല സുക്കൂൻ. ഫാഇൽ എവിടെ? ളമീറുൻ മുസ്തത്തിർ ളമീർ തഖ്ദീറുഹു മുസ്തത്തിർ തഖ്ദീറുഹു അൻത. അല്ലെ? ബി എന്നുള്ളത് ഹർഫു ജർ ഹർഫു ജറാണ്. ഇസ്മി എന്നുള്ളത് ഇസ്മുൻ മജ്റൂർ. അല്ലെ? ഇസ്മുൻ
മജ്റൂറാണ്. ബിസ്മി റബ്ബിക, റബ്ബി എന്നുള്ളത് മുലാഫ് മുലാഫുൻ മുലാഫിൻ ഇലൈഹി, ഇലൈഹി മജ്റൂർ. മുലാഫുൻ ഇലൈഹി മജ്റൂർ. ക മജ്റൂർ. എന്നുള്ളത് ക മുലാഫിൻ ഇലൈഹി മുലാഫുൻ ഇലൈഹി. അല്ലദി ഇസ്മു മൗസൂൽ. ഇസ്മു മൗസൂല് മബ്നിയുൻ അല സുക്കൂൻ. അതേപോലെ തന്നെ നഅത്താണ്. നഅത്ത് ഇസ്മു മൗസൂൽ മബ്നിയുൻ അല സുക്കൂൻ. സുക്കൂൻ. ഖലഖ ഫീല് മാളി. ഫിഅലു മാളി മബ്നിയുൻ അലൽ അലൽ ഫത്ഹ. ഫത്ഹ. അലൽ ഫത്ഹ. ഫാഇൽ എവിടെ? ضمير ഫാഇൽ مستتر. مستتر. ضمير مستتر تقديره هو. هو. تقديره هو. ഇനി ഖലഖൽ ഇൻസാന മിൻ അലഖ്, അല്ലേ? ഖലഖൽ ഇൻസാന മിൻ അലഖിൻ എന്നാണ്. ഖലഖ فعل ماضي مبني على فتح. എന്താണ് ഖലഖ എന്ന് പറഞ്ഞാൽ? فعل ഫിഅലുൻ ماضي. മാളി. കാണണ്ടല്ലോ അല്ലേ? കുറച്ചും കൂടെ ബോർഡിലേക്ക് ഫോക്കസ് ചെയ്യാൻ നല്ലതായിരുന്നു. ഓക്കെ. മബ്നിയുൻ അലൽ ഫത്ഹതി. മബ്നിയുൻ അലൽ ഫത്ഹ. ഫിഅലു മാളി മബ്നിയുൻ അലൽ ഫത്ഹ. അടുത്ത ഫാഇലോ? ضمير مستتر هو. تقديره هو. ضمير مستتر تقديره هو. تقديره هو. ضمير مستتر تقديره هو. الإنسان مفعول به. منصوب. مفعول به منصوب وعلامة نصبه الفتحة. أيوة. وعلامة نصبه الفتحة. من حرف جر. حرف جر. علق اسم مجرور. مجرور. اسم مجرور. اسم مجرور. ഓക്കെ. അപ്പോ ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ രക്തപിണ്ഡത്തിൽ നിന്ന് അല്ലെങ്കിൽ മാംസപിണ്ഡത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. എന്നിട്ട് അവിടെ നോക്കൂ, യാ ഉസ്താദ് എന്ത് ചെയ്യാണ്? പിന്നെ അവിടെ അലി വിളിക്കാണ്, യാ ഉസ്താദ്. യാ എന്നുള്ളത് എന്താ? ഹർഫുൻ നിദയാണ് അല്ലെ? യാ എന്നുള്ളത് ഹർഫുൻ നിദയാണ്. അൽ ഉസ്താദു എന്നുള്ളത് മുനാദി. വിളിക്കപ്പെടുന്നു. മുനാദി. ഫുള്ള് പറയും, യാ ഉസ്താദു എന്നാണ്. യാ ഉസ്താദു എന്നുള്ളത് മുനാദി മബ്നിയുൻ അല ദ്ദമ്മ. മബ്നിയുൻ അല ദ്ദമ്മ അല്ലെ? എപ്പോഴും എന്തായിരിക്കും? ലൊമ്മ മബ്നിയായിരിക്കും.
അല്ലെ? രണ്ടെണ്ണം ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യാ? യാ അബാബക്രു എന്നുള്ളത് രീതിയിൽ വരാം അല്ലെ? ഹഫിൽതു ഹാദിഹി സൂറ, ഹഫിൽതു ഹാദിഹി സൂറ അല്ലെ? ഹഫിൽതു ഞാൻ ഹിഫ്ളാക്കി, ഹാദിഹി സൂറ ഈ സൂറത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഹിഫ്ള് ആക്കിയിട്ടുണ്ട് എന്നാണ് അല്ലെ? ഹഫിള എന്ന് പറഞ്ഞാൽ ഫീല് മാദി ഫിഅലുൻ മാദി മബ്നിയുൻ مبني على الفتح അല ഫതഹ السكون അല على ഫതഹ الفتح സുക്കൂനോ? على الفتح فتحة ഫതഹ അല്ലേ? حفظت حفظ ഹഫിൽതു എന്നാണ്. حفظ السكون على السكون ഹ ഫി വേറെ പോലെ വ് അതോ തു. ഇത് ദോതല്ലേ ഓക്കെ, ഹഫിൽതു ഇവിടുത്തെ താ ഉണ്ട് പോയി. ഫിഅലുൻ ഫിഅലുൻ മാദി മബ്നിയുൻ على അല സുക്കൂൻ സുക്കൂൻ, മബ്നിയുൻ അല സുക്കൂൻ. സുക്കൂൻ. ഒരിക്കലും എന്താവില്ല? ഫതഹും കസ്റാവൂല. ഹഫിദ് എന്നുള്ളത് ഫിഅലുൻ മാദി മബ്നിയുൻ അല സുക്കൂൻ. താഓ فاعل ഫായില് ഫാഇലോ? ഫായില് ളമീറുൻ മുത്തസിൽ മബ്നിയുൻ, ഫുള്ള് പറയും. ഫാഇൽ തന്നെയാണ്, ശരിയാണ്. ളമീറുൻ മുത്തസിൽ മബ്നിയുൻ അലൽ ഫത്ഹി ഫി മഹല്ലി റഫ്ഇ ഫാഇൽ. ളമീറുൻ മുത്തസിൽ മബ്നിയുൻ അലൽ ഫത്ഹി ഫി മഹല്ലി റഫ്ഇ ഫാഇൽ. ഹാദിഹി അതെങ്ങനെ മഹല്ലിൽ ഫത്ഹി എന്ന് പറയണേ? ദോല്ലേ ദമ്മയല്ലേ ഹഫിൽതു സോറി 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 അല്ലേ? സോറി 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 ഹഫിൽതു മബ്നിയുൻ അല ളമ്മിയാണ് ട്ടോ. ഉം. ഫി മഹല്ലി റഫ്ഇ ഫാഇൽ. ഹാദിഹി എന്നുള്ളത് مفعول به ഇഷാറ മഫ്ഊലുൻ ബിഹി, മഫ്ഊലുൻ ബിഹിയാണ്. ബിഹി ഹാദിഹി മഫ്ഊലുൻ ബിഹി. സൂറത്ത് ബദൽ ഹാദിഹി സൂറ ബദലുൻ മൻസൂബ് ബദലുൻ മൻസൂബ് മൻസൂബ് വഅലാമത്തു നസ്ബിഹി അൽ ഫത്ഹ. الفتحة ബദലുൻ മൻസൂബ് വഅലാമത്തു നസ്ബിഹി അൽ الفتح ഫത്ഹ എന്നുള്ളതാണ്. അയ്യ സൂറത്തിൻ അഹ്ഫദു എന്നല്ല ഇവിടെ هذا അതെ ല്ലേ? അഹ്ഫുദു അഹ്ഫദു. ഓക്കെ 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 ഓക്കെ. അയ്യ സൂറത്തിൻ അഹ്ഫദു അല്ലെ? ഏത് സൂറത്താണ് ഞാൻ حفظنا ആക്കേണ്ടത്? ബഅദഹ അതിന് ശേഷം എന്നാണ്. അപ്പോ അയ്യ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, അത് നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയും. സൂറത്ത് എന്നുള്ളത് സൂറത്തിൻ مضاف إليه മുദാഫുൻ ഇലൈഹി മജ്റൂർ വഅലാമത്തു ജർരിഹി مضاف إليه കസ്റ, വഅലാമത്തു ജർരിഹി അൽ കസ്റ. كسرة മുദാഫുൻ ഇലൈഹി മജ്റൂർ വഅലാമത്തു ജർരിഹി അൽ കസ്റ. അഹ്ഫദു അഹ്ഫദു فعل ഫീല് مضارع മുലാരി فعل مضارع مرفوع وعلامة رفعه الضم. ലമ്മത്തുൽ فعل مضارع مرفوع وعلامة رفعه الضمة. أبرد فاعله مستتر ضمير ضمير مستتر تقديره تقديره أنا. أنا أنا. أحسنت، تقديره أنا. أنا بعد إن الله ظرف ظرف ها زمان إن الله مضاف ها إليه مضاف مضاف إليه إليه. ها إن الله مضاف إليه إليه അല്ലേ? അപ്പോ അധ്യാപകൻ പറയാണ് ഇഹ്ഫൽ സൂറത്തീൻ, ഇഹ്ഫൽ സൂറത്തീൻ, നീ സൂറത്തീൻ പഠിക്കുക എന്നാണ്. ഇഹ്ഫൽ എന്ന് പറഞ്ഞ ഫീല് അംറ് فعل أمر അമ്ര مبني على السكون على മബിനിയുൻ السكون അല على സുക്കൂൻ, മബിനിയുൻ അല സുക്കൂൻ. السكون. ഫാഇലത وفاعل ضمير مستتر ضمير ضمير مستتر مستتر تقديره أنت أنت. تقديره أنت. أنت. سورة سورة مفعول به الذي مفعول به منصوب. منصوب. مفعول به منصوب. الطين إن الذي مضاف إليه مضاف مجرور إليه مجرور. مضاف إليه مجرور. خذ دفترك هذا واكتب فيه سورة العلق. لا
ഖുദ് നീ പിടിക്ക് അല്ലെങ്കിൽ നീ എടുക്ക് എന്നുള്ളതാണ്. ഖുദ് എന്ന് പറഞ്ഞാൽ ഫിഅലുൽ അംർ മബ്നിയുൻ അല സുകൂൻ ഫാഇൽ ضمير മുസ്തതിർ തഖ്ദീറുഹു അന്ത أنت അന്ത. ദഫ്തറക ദഫ്തർ എന്ന് പറഞ്ഞാൽ ദഫ്തറ മഖൂലും ബിഹി മഫ്ഊലുൻ ബിഹി മൻസൂബ്. ക منصوب എന്നുള്ളത് മുളാഫുൻ مضاف ഇലൈഹി إليه മുദാഫുൻ ഇലൈഹി മജ്റൂർ. مجرور ഹാദ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, ഇൻഷാല്ലാ നമ്മൾ പിന്നീട് പഠിക്കും. നമ്മൾ തുടക്കത്തിൽ ഹാദ വരുമ്പോൾ ഉള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇവിടെ ഇൻഷാല്ലാ ഇത് നമ്മൾ പഠിക്കും. വക്തുബ് വക്തുബ് എന്നുള്ള പറഞ്ഞത് ഉക്തുബ് എന്നാണ്. അവിടെ ഹംസത്തുൽ വസ്ലില് എന്ത് ചെയ്തു? ഉച്ചാരണം കളയപ്പെട്ടു. നമ്മൾ പറഞ്ഞു വക്തുബ് ഫീഹി സൂറത്തുൽ അലഖ്, അതിൽ നീ എന്ത് ചെയ്യണം? സൂറത്തുൽ അലഖ് എഴുതണം എന്നാണ്. യാ അബാബക്രിൻ, യാ അബാബക്രിൻ. അബ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? അബാബക്രിൻ ആ രണ്ട് രണ്ടെണ്ണം രണ്ട് വന്നതുകൊണ്ട് അല്ലെ. യാ അബാബക്രിൻ, അബാബക്കർ. ഇന്നക നഅസാനു, ഇന്നക നഅസാനു. നഅസാൻ എന്ന് പറഞ്ഞാൽ ഈ ഉറക്കത്തിന്റെ വക്കിലാണ്. ഉറക്ക തൂങ്ങുന്നുണ്ട് എന്നൊക്കെ പറയില്ലേ, സ്ലീപ്പി എന്നൊക്കെ പറയും. അതിനാണ് നഅസാൻ എന്ന് പറയാം. ഇന്നക നഅസാനു. ഇന്ന എന്നുള്ളത് حرف ناسخ ഹർഫു حرف ناسخ നാസിഖ്. ക എന്നുള്ളത് ഇസ്മു ഇന്ന مناسخ ഇസ്മു ഇന്ന. നഅസാനു ഖബറു خبر ഇന്ന ഖബറു മർഫൂൻ ഇന്ന. ഫുള്ള് പറയും. മർഫൂൻ മർഫൂഉൻ വഅലാമത്തു റഫ്ഇഹി വഅലാമത്തു റഫ്ഇഹി അദ്ദമ്മ ضمة അദ്ദാഹിറ. അദ്ദമ്മ അദ്ദാഹിറ അല്ലേ. ظاهرة ഇന്ന എന്നുള്ളത് ഹർഫു നാസിഖാണ്. ക എന്നുള്ളത് ഇസ്മു ഇന്ന. നഅസാനു എന്നുള്ളത് ഖബറു ഇന്ന മർഫൂഉൻ വഅലാമത്തു റഫ്ഇഹി അദ്ദമ്മ അല്ലേ. ഇദ്ഹബ്, ഇത് അവിടെ ഇദ്ഹബു എന്നാണ്, അത് തെറ്റിയതാണ് കേട്ടോ. ഇദ്ഹബ് എന്നാണ്, സുക്കൂനാണ് അവിടെ വേണ്ടത്. ഇദ്ഹബ് ഇലൽ ഹമ്മാമി വഗ്സിൽ വജ്ഹക. ഇദ്ഹബ് നീ പോ, ഇലൽ ഹമ്മാം ബാത്റൂമിലേക്ക് അല്ലെങ്കിൽ ടോയ്ലറ്റിലേക്ക് അല്ലെങ്കിൽ വാഷ്റൂമിലേക്ക് പോക്. വഗ്സിൽ എന്നിട്ട് നീ കഴുക്. വജ്ഹക നിന്റെ മുഖം. വഗ്സിൽ വജ്ഹക നീ നിന്റെ മുഖം കഴുക്. ഇഫ്തഹിൻ നവാഫിദ യാ അബ്ദല്ലാഹ്. ഇഫ്തഹ് എന്നാണ് അത്. രണ്ട് സുക്കൂന് അടുപ്പിച്ചു വന്നപ്പോ ഇഫ്തഹിൻ നവാഫിദ യാ അബ്ദല്ലാഹ്. ഇഫ്തഹ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിഅലുൻ നീ തുറക്ക് അംർ ഫീൽ അംർ മബ്നിയുൻ അല സുക്കൂൻ അല സുക്കൂൻ ഫാഇൽ ضمير മുസ്തതിർ ضمير തഖ്ദീറുഹു مستتر تقدير അൻത. أنت അന്നവാഫിദ എന്ന് പറഞ്ഞാൽ مفعول مفعول به به مفعول به مفعول به منصوب وعلامة نصبه الفتحة. الفتحة يا عبد الله، يا عبد الله. فإن الغرفة مظلمة والجو حار. لا جو إن جو جونا جوّ ജവാൻ ജവ്വൂന്ന ഇവിടെയൊക്കെ ഇതില് ജവ്വു ഫത്തഹയുള്ള ഫതഹയാണല്ലോ വൽ ജവാൻ فتحنا والجو حار എന്നാണ്. പിന്നെ എന്താണ് ഇന്നൽ ഗുർഫത? ഇന്ന എന്നുള്ളത് എന്താ? ഹർഫ് നാസിഖ് ഹർഫു നാസിഖ്. ഇന്ന എന്നുള്ളത് ഹർഫു നാസിഖ്. അൽ ഗുർഫത ഇസ്മു ഇന്ന മൻസൂബ് ഇസ്മു ഇന്ന. മൻസൂബ് ഇസ്മു ഇന്ന ശരി തന്നെ. മൻസൂബ് മൻസൂബുൻ വഅലാമത്തു നസ്ബിഹി അൽ ഫതഹ അൽ ഫത്ഹ. ഇസ്മു ഇന്ന മൻസൂബ് വഅലാമത്തു നസ്ബിഹി അൽ ഫത്ഹ. മുദ്ലിമത്തുൻ എന്ന് പറഞ്ഞാൽ ഡാർക്ക്, ഇരുട്ടാണെന്ന് പറഞ്ഞത്. ഈ റൂം ഇരുട്ടാണ്. മുദ്ലിമത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ? ഖബറു ഇന്ന ഖബറു ഇന്ന മർഫൂൻ വഅലാമത്തു റഫ്ഇഹി അൽ-ളമ്മ അൽ-ളാഹിറ. അൽ ജവ്വ ഹാറുൻ. അല്ലെ, ജവ്വ് എന്ന് പറഞ്ഞ കാലാവസ്ഥ. ഹാറുൻ ചൂടുള്ളതാണ്, നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് എന്നതാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ പിന്നെ തമാരീനിലേക്ക് വന്നു കഴിഞ്ഞാൽ അജിബ് അൻ അസ്ഇലത്തിൽ ആതിയ, താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഈ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ കണ്ടെത്തി എഴുതണം. ഇതുവരെയുള്ളത് നമ്മളിങ്ങനെ പറഞ്ഞു പോയിരുന്നു. ഇതെന്ത് ചെയ്യുക? സ്വയം കണ്ടെത്തുക. നമ്മൾ ചോദ്യത്തിന് എങ്ങനെയാണ് ഉത്തരം എഴുതുക എന്നുള്ളത് മനസ്സിലാക്കാനാണ്. മസ്മുത് ത്വാലിബിൽ ജദീദി, പുതിയ വിദ്യാർത്ഥിയുടെ പേരെന്താണ്? അപ്പൊ അവിടെ ഉത്തരം എഴുതുമ്പോൾ ഇസ്മുത് ത്വാലിബിൽ ജദീദി, ഇസ്മുത് ത്വാലിബുൽ ജദീദി ഹുമയൂൺ, ഇസ്മുത് ത്വാലിബുൽ ജദീദി ഹുമയൂൺ എന്നാണ്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യണം? ഓരോന്നിനും നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. പിന്നെ
താഴെ തന്നിരിക്കുന്നത് ശരിയാക്കാനാണ്. സ്വഹിഹ് മാ യലി, താഴെ തന്നിരിക്കുന്നത് എന്ത് ചെയ്യുക, ശരിയാക്കുക. ഖാലൽ മുദ്ദരിസ് ലി അലിയിൻ ഇഖ്തുൽ ഉഖ്തുലിൽ അഖറബ. എന്ത് ചെയ്യണം? തേളിനെ കൊല്ലണം. അത് അലിനോടല്ല പറഞ്ഞത്, ഹിഷാമിനോടാണ്. അതേപോലെ തന്നെ ഖാലൽ മുദർരിസ് ലി ഹിഷാമിൻ ഇഫ്തഹിൻ നവാഫിദ. പിന്നെ ജനൽ തുറക്കാൻ വേണ്ടി പറഞ്ഞു. അത് ഹിഷാമിനോടല്ല, അബ്ദുള്ളനോടാണ് പറഞ്ഞിട്ടുള്ളത്. ഖാലൽ മുദർരിസ് ലി ഹുമയൂൻ, ഹുമയൂണിനോട് പറഞ്ഞു ഇദ്ഹബ് ഇലൽ ഹമ്മാമി വഗ്സിൽ യദക. അല്ലേ? ഇദ്ഹബ് ഇലൽ ഹമ്മാമി, ബാത്റൂമിലേക്ക് പോകാനും വഗ്സിൽ യദക, നിന്റെ കൈ കഴുകാൻ. അവിടെ രണ്ട് തെറ്റുണ്ട്. ഒന്ന് ഹുമയൂണിനോടല്ല, അബൂബക്കറിനോടാണ് അബൂബക്കറിനോട്. പറഞ്ഞത്. പിന്നെ വഗ്സിൽ യദക അല്ല, വജിഹിക. വഗ്സിൽ വജ്ഹക, വജ്ഹക എന്നുള്ളതാണ്. قال المدرس لعلي احفظ سورة النبأ. സൂറത്തു നബ പഠിക്കാൻ വേണ്ടി അലിനോട് പറഞ്ഞു എന്നാണ്. അല്ല, സൂറത്തു തീനാണ് പഠിക്കാൻ വേണ്ടി പറഞ്ഞത്. അബൂബക്കർ എന്ന് പറയുമ്പോൾ ലി അബീബക്കർ, ഹർഫു ജറ് വരുമ്പോൾ ലി അബീബക്കർ എന്നാണ് വരിക. മൂന്നാമത്തെ തമ്പരീനെ നമ്മൾ പറഞ്ഞു. 3ഉം 4ഉം നമ്മൾ പറഞ്ഞു. 5ഉം പറഞ്ഞു. 6ഉം നമ്മൾ പറഞ്ഞു. ഏഴാമത്തത് അതിന്റെ ഓരോ രൂപങ്ങളാണ്. ഫിഅലു അംറിന്റെ ഓരോ രൂപങ്ങളാണ് പറയുന്നത്. യാ ഹാമിദു ഇദ്ഹബ്, യാ ഹാമിദു, ഹാമിദ് ഇദ്ഹബ്, നീ പോകണം എന്നാണ് പറയുന്നത്. അത് പിന്നെന്ത് ചെയ്യാണ്? ജംഇലേക്ക് വരുമ്പോ യാ ഇഖ്വാനു ഇദ്ഹബൂ എന്നാണ്. ഇദ്ഹബൂ, അവിടുത്തെ ഫാഇൽ എന്തായിരിക്കും? വാവുൽ ജമാ. വാവായിരിക്കും അല്ലെ? അപ്പൊ അവിടുത്തെ ഇഅ്റാബ് ഇദ്ഹബൂ എന്നുള്ളതിന് എങ്ങനെ പറയാം? ഫിഅലുൻ ഫിഅ്ലു അംറ് ഫിഅലു അംറ് മബ്നിയുൻ മബ്നിയുൻ അല ഹർഫിൻ നൂൻ ഹർഫിൻ അല നൂൻ. ഹൽഫി ഹർഫിൻ നൂൻ. നൂൻ. നൂൻ ഫാഇല് വാവ്. അൽ വാവ്. വാവ് അല്ലെ? ഫാഇല് വാവ്. യാ ആമിനതു ഇദ്ഹബി, യാ ആമിനതു ഇദ്ഹബി എന്നാണ്. അപ്പൊ അവിടെ എന്താണ് ഇദ്ഹബി എന്നുള്ളിടത്ത്? ഫിഅ്ലു ഫിഅലു അംറ് അംറ് മബ്നിയുൻ മബ്നിയുൻ അല അല ഹർഫിൻ നൂൻ ഹർഫിൻ നൂൻ. ഹദ്ഫി നൂൻ, ഹദ്ഫി നൂൻ. നൂൻ. ഫാഇല് യാ യാ. യാ ആണ്. ഫാഇൽ അവിടുത്തെ യാ ആണ്. യാ അഖവാതു, സഹോദരിമാരെ, ഇദ്ഹബ്ന, ഇദ്ഹബ്ന, നിങ്ങൾ പോകണം എന്നാണ്. അപ്പൊ അവിടെ എന്താണ്? ഇദ്ഹബ്ന ഫിഅലുൽ അംറ് ഫിഅ്ലു അംറ് മബ്നിയുൻ അല മബ്നിയുൻ അല സുകൂൻ. സുകൂൻ സുബൂത്തിൻ നൂൻ അല്ലെ? മബ്നിയുൻ അല സുബൂത്തിൻ നൂൻ അല്ലെ? ഫാഇല് നൂൻ. 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 ഫാഇൽ അവിടുത്തെ നൂനാണ്. ഓക്കെ. ഇനി ഉദാഹരണങ്ങളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടത് കൊടുത്തിട്ടുണ്ട്. യാ അയ്യുഹത്തുല്ലാബു ഇദ്ഖുലൂ അൽ ഫസ്ല, ഇദ്ഖുലുൽ ഫസ്ല വജ്ലിസൂ വക്തുബു അദ്ദർസ, വജ്ലിസൂ വക്തുബു അദ്ദർസ. എന്താണ്? യാ അയ്യുഹത്തുല്ലാബു, യാ അയ്യുഹ തുല്ലാബു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫിഅലു അംറിലേക്ക് പിന്നെ വാവും അതേപോലെ തന്നെ നൂനും ഒക്കെ ആഡ് ചെയ്യുന്നതിന്റെ രൂപമാണ് പിന്നെ ഉള്ളത്. യാ അയ്യുഹ, യാ എന്നുള്ളത് ഹർഫുൻ നിദാണ്. അയ്യുഹ എന്നുള്ളത് പിന്നെ ഒരു തൻബീഹാണത്. നമ്മള് അറ്റൻഷന് വേണ്ടിയിട്ട്, ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട്, ഹേ എന്നൊക്കെ വിളിക്കൂലേ, അതിനു വേണ്ടിയിട്ടാണ് അയ്യു എന്നുള്ളതിന്റെ കൂടെ ഹ എന്ന് ചേർക്കുന്നത്. അത് മുദക്കറാണ് എങ്കിൽ അയ്യുഹ എന്നും, മുഅന്നസ് ആണ് എന്നെങ്കിൽ അയ്യതുഹ എന്നാണ്. ഖുറാനിൽ കാണാം യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. യാ അയ്യതുഹൻ നഫ്സ്, നഫ്സ് എന്നുള്ള ആത്മാവിന് അത് സ്ത്രീലിംഗാണ്. അതുകൊണ്ടാണ് യാ അയ്യതുഹ എന്ന് വിളിച്ചത്. യാ അയ്യുഹ എന്നുള്ളത് മുദക്കറിനാണ് വിളിക്കുന്നത്. യാ അയ്യുഹത്തുല്ലാബു, വിദ്യാർത്ഥികളെ, ഉദ്ഖുലൂ അൽ ഫസ്ല, നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലാസ്സിൽ പ്രവേശിക്കണം. വജ്ലിസൂ വക്തുബു ദർസ, വജ്ലിസൂ വക്തുബു അദ്ദർസ, നിങ്ങൾ ഇരിക്കുകയും പാഠം എഴുതുകയും വേണം എന്നാണ്. അപ്പോ യാ എന്നുള്ളത് എന്താണ്? ഹർഫുൻ നിദ. ഹർഫുൻ നിദയാണ്. അയ്യുഹ എന്നുള്ളത് അല്ലെങ്കിൽ അയ്യു എന്നുള്ളത് മുനാദ. മുനാദ മബ്നിയുൻ അല ദമ്മ. അയ്യു എന്നുള്ളത് എന്താണ്? മുനാദ മബ്നിയുൻ
അല ദമ്മ. ഹ എന്നുള്ളത് പിന്നെ അത് ഒരു അറ്റൻഷന് വേണ്ടിയിട്ടാണ്. അത് ലാ മഹല്ല ലഹ ഇഅ്റാബ്, അതിന് ഇഅ്റാബ് ഇല്ല എന്നുള്ളതാണ്. അത്തുല്ലാബു, അത്തുല്ലാബു. മുനാദ അയ്വ. നഅത്തുൻ, ഫുള്ള് പറയും. നഅത്തുൻ മർഫൂ വഅലാമത്തു റഫ്ഇഹി അദ്ദമ്മ. നഅത്തുൻ മർഫൂ വഅലാമത്തു റഫ്ഇഹി അദ്ദമ്മ. ഉദ്ഖുലൂ, ഉദ്ഖുലൂ. فعل ഫീൽ أمر അംറ് ഫിഅ്ലു ഫീൽ അംർ അംറ് മബ്നിയുൻ അല അല ഹദ്ഫിൻ ഹദ്ഫിൻ حذف നൂൻ. النون ഫാഇല് الواو الواو واو. الفصل مفعول به مفعول به مفعول به منصوب وعلامة نصبه ال الفتحة الفتحة വജ്ലിസു. അതേപോലെ തന്നെ അതൊരു ഫിഉൽ അംറാണ്. വക്തുബു ഫിഉൽ അംറാണ്. فعل അദ്ദർസ أمر മുളാഫുൻ ഇലൈഹി അല്ല മഫ്ഊലും ബിഹി അല്ല അല്ല മഫ്ഊലു مفعول ബിഹി به മൻസൂബ് വഅലാമത്തു നസ്ബിഹി അൽ ഫത്ഹ. الفتحة മഫ്ഊലു ബിഹി മൻസൂബ് വഅലാമത്തു നസ്ബിഹി അൽ ഫത്ഹ. ഉഖ്റുജി യാ ബിൻതി വൽഅബി മഅ ഉഖ്തിക. ഉഖ്റുജി, നീ എന്ത് ചെയ്യണം? നീ പുറത്തിറങ്ങ്, അല്ലെ? യാ ബിൻതി, മോളെ നീ എന്ത് ചെയ്യണം? പുറത്തിറങ്ങണം. ഉഖ്റുജി എന്ന് പറയുമ്പോ എന്താണ്? ഫിഉൽ അംർ മബ്നിയ് അല മബ്നിയുൻ على അല حذف النون ഹദ്ഫിൻ നൂൻ, അല്ലെ? അവിടുത്തെ ഫാഇൽ ഏതാ? യാ يا യാ. ഓക്കെ. വൽ അബി എന്നുള്ളതും അതേപോലെ തന്നെ ആണ്, അല്ലെ? മൂന്നാമത്തേത് കുലു വഷ്റബു. കുലു നിങ്ങൾ തിന്നു, വഷ്റബു നിങ്ങൾ കുടിക്കൂ. അവിടെയും ഫായില് വാവാണ്. ഇഷ്റബ്നൽ കഹ്വത യാ സയ്യിദാതി. ഇഷ്റബ്ന, ഇഷ്റബ്ന നിങ്ങൾ എന്ത് ചെയ്യണം? കുടിക്കണം. അൽ കഹ്വ എന്ത് ചെയ്യണം? കഹ്വ എന്ത് ചെയ്യണം? ഗാവ നിങ്ങൾ എന്ത് ചെയ്യണം? കുടിക്കണം എന്നുള്ളതാണ്. യാ സയ്യിദാതി എന്ന. തആലൈ, തആലൈ യാ ആമിനതു വഫ്തഹി അന്നവാഫിദ. തആലൈ, ഇവിടെ വാ എന്നാണ്, തആലൈ എന്നാണ്. അപ്പൊ ഇവിടെ പിന്നെ ഐനുൽ കലിമ അലിഫായി വരുന്നുണ്ട്. അപ്പൊ അത് അതിന്റെ ഒരു രൂപം മാറ്റുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ പിന്നീട് വിശദമായിട്ട് പഠിക്കും. വഫ്തഹി, നീ തുറക്ക്, അന്നവാഫിദ അതേപോലെ തന്നെ ജനലുകൾ. ഈ താല എന്നുള്ളതിന്റെ ഫീല് മാലി താല തന്നെയാണോ? ഇതെപ്പോഴും അറബികളൊക്കെ ഉപയോഗിക്കണല്ലോ താലി ആ, താലി. അതെ. പിന്നെ അത് കൊളോക്കിയലാണ്, അത് നിങ്ങൾ നോക്കണ്ട. പിന്നെ ഫിഅലു മാദി തആൽ എന്നുള്ള തന്നെ അത് ഫിഅലു മാദി ആയിട്ടല്ല. തആൽ എന്നുള്ളത് ഫിഅലു ആയിട്ടാണ് ഉപയോഗിക്കുക. തആൽ എന്ന് പറഞ്ഞാൽ വരൂ എന്നുള്ളതാണ്. ഓക്കെ. ആറാമത്തേത് ഇഗ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും. ഇഗ്സിലു നിങ്ങൾ കഴുകണം. അവിടെ ഫാഇല് വാവാണ്. വുജൂഹക്കും നിങ്ങളുടെ മുഖങ്ങൾ, വഅയ്ദിയക്കും നിങ്ങളുടെ കൈകൾ. ഇഅ്ബുദ്നല്ലാഹ വസ്ജുദ്ന ലഹു, അല്ലേ? لا أعبدنا له أعبدنا له സോറി, ഉഅ്ബുദ്നല്ലാഹ, ഉഅ്ബുദ്നല്ലാഹ വസ്ജുദ്ന ലഹു. ഉഅ്ബുദ്ന, അല്ലേ? അവിടെ സുബൂത്തുൻ നൂനാണ്. പിന്നെ ഫാഇല് നൂനാണ് വരുന്നത്. ഇൽഅബൂ ബഅദ ദർസ്. ഇൽഅബൂ നിങ്ങൾ കളിക്കൂ, ബഅദ ദർസ് പാഠത്തിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു? കളിച്ചോളി എന്നുള്ളതാണ്. ഖുദീ ഖുദീ കിതാബക്കി യാ സുആദ്. യാ സുആദു, ഖുദീ എന്നാണ്. അവിടെ ഫാഇല് ഹദ്ഫു നൂനാണ്. പിന്നെ ഖാല അല്ലാഹു തആല ഫീ സൂറത്തിൽ ബഖറ യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കും. ഉഅ്ബുദൂ റബ്ബക്കും എന്നാണ് ഉഅ്ബുദൂ എന്നുള്ളത്. അതേപോലെ തന്നെ وقال في سورة الحج يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير. لا യാ അയ്യുഹല്ലദീന ആമനു, യ സത്യവിശ്വാസികളെ, ഇർകഉ നിങ്ങൾ റുകുഉ ചെയ്യുക, വസ്ജുദു നിങ്ങൾ സുജൂദ് ചെയ്യുക, വഅ്ബുദു നിങ്ങൾ ആരാധിക്കുക, അതേപോലെ തന്നെ വഫഅലു അൽ ഖൈർ നിങ്ങൾ നന്മ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്
ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു ഉദാഹരണങ്ങൾ കൊടുത്തതാണ്. എട്ടാമത്തത് ളഅഫിൽ ഫറാഗി ഫീമാ യലി ഫിഅലുൽ അംർ മുനാസിബൻ. താഴെ തന്നിരിക്കുന്ന വിട്ട ഭാഗത്ത് യോജിച്ച ഫിഅലു അംർ എന്ത് ചെയ്യാണ്, കൊണ്ടുവരാനാണ് പറയുന്നത്. ഈ 11 നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ഒന്ന് ഞാൻ പറയാം. ഡാഷ് അൽ ഖുർആന യാ മറിയമു. മറിയം ഖുർആൻ ഓത് എന്നാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ഇഖ്റഈ അൽ ഖുർആന യാ മറിയമു. ഇഖ്റഈ അൽ ഖുർആന യാ മറിയമു. ഇഖ്റഈ എന്നുള്ളത് ഫിഅലു അംർ മബ്നിയുൻ അലാ ഹദ്ഫിൻ നൂൻ. പിന്നെ ഫാഇല് അവിടെ എന്താണ്? ഫാഇല് യാ ആണ്. അതേപോലെ തന്നെ അൽ ഖുർആൻ മഫ്ഊലുൻ ബിഹി മൻസൂബ് വഅലാമത്തു നസ്ബിഹി അൽ ഫത്ഹ. യാ ഹർഫുൻ നിദ. മറിയമു എന്നുള്ളത് മുനാദ ആണ്. അപ്പോ ഇതെന്ത് ചെയ്യാ, നിങ്ങൾ പിന്നെ ഈ എഴുതണം ഓരോന്നും. എട്ടാമത്തത് അതേപോലെ തന്നെ പിന്നെ അവിടെ അവസാനത്തിൽ കാണാം അഖ്സാമുൽ ഫിഅലു സലാസ. ഈ ഫിഅല് മൂന്നായിട്ട് ഫിഅലിനെ തിരിച്ചിട്ടുണ്ട്. ഒന്ന് മാദി, മറ്റൊന്ന് മുദാരി. ഇത് രണ്ടും നമ്മൾ പഠിച്ചു. മൂന്നാമത്തത് അമ്രാണ്, അതിന്റെ രൂപാണ്. ഈ മൂന്നെണ്ണത്തിന്റെ രൂപാണ് ദഹബ, യദ്ഹബു, ഇദ്ഹബ്. ദഹബ എന്ന് പറഞ്ഞാൽ ഫിഅലു മാദിയാണ്. യദ്ഹബു എന്ന് പറഞ്ഞാൽ ഫിഅലു മുദാരി ആണ്. ഇദ്ഹബ് എന്ന് പറഞ്ഞാൽ ഫിഅല് അമ്ർ ആണ്. ഇപ്പൊ ഫിഅല് അമ്ർ എന്ന് പറഞ്ഞാൽ കൽപ്പനാക്രിയയാണ്. ഇപ്പൊ കൽപ്പനാക്രിയ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ പിന്നെ വയസ്സിന് താഴെയുള്ളവരോട് നമുക്ക് കൽപ്പിക്കാം. എന്നാൽ മുതിർന്നവരോടാണെങ്കിലോ അത് പിന്നെ ഒരു അപേക്ഷാ സ്വരത്തിലായിരിക്കും അല്ലെ. ഇത് എടുക്കൂ അല്ലെങ്കിൽ അത് എടുക്കൂ എന്ന് പറയുമ്പോൾ നമ്മളെക്കാൾ താഴെയുള്ളവരോടാണെങ്കിൽ അത് എടുക്കുന്ന് പറയാം അല്ലെ. ഹുദ് എന്ന് പറയാം. അല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിലും എന്താ പറയുള്ളൂ, ഹുദ് എന്നാണ് പറയാം. പക്ഷെ എന്താ, അത് എടുക്കൂ എന്നുള്ള അപേക്ഷയോട് കൂടിയിട്ടായിരിക്കും. അപ്പൊ ആ ഒരു വ്യത്യാസങ്ങൾ വരും എന്നെന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അൽ കലിമാത്തുൽ ജദീദ, പുതിയ വാക്കുകൾ. അഖറബുൻ ജംഅ് അഖാരിബ്, പിന്നെ തേള് എന്നാണ്. ഹിദാഉൻ ഷൂ, അതിന്റെ ജംഅാണ് അഹ്ദിയത്തുൻ. ജന്നത്തുൻ തോട്ടം, ജംഅ് ജന്നാത്തുൻ. നഅസാനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ്പി, ഉറക്കം തൂങ്ങുന്നവൻ. അതിന്റെ മുഅന്നസാണ് നഅസ എന്ന് പറഞ്ഞ. കൂബുൻ കോപ്പയാണ്, കപ്പ്. ജംഅ് അക്വാബുൻ. സൗത്തുൻ ജംഅ് അസ്വാത്തുൻ, സൗത്ത് എന്നുള്ളത് ശബ്ദം. യദുൻ എന്ന് പറഞ്ഞാൽ കൈ, അതിന്റെ ജംആണ് ഐദിൻ. ഐദിൻ എന്നാണ് യദുൻ എന്നുള്ളതിന്റെ ജംഅ്. അതിൽ അലിഫ്ലാം ചേർക്കുമ്പോൾ ഐദി, അൽ ഐദി എന്നാണ് വരിക. അലിഫ്ലാം ചേർത്ത് എഴുതുമ്പോൾ അൽ ഐദി എന്നാണ് വരിക. സൗജുൻ എന്നുള്ളത് ഇണ എന്നുള്ള അർത്ഥമാണ്. അത് മുദക്കറിനും പറയും മുഅന്നസിനും പറയും. സൗജ് എന്ന് പറഞ്ഞാൽ ഇണ എന്നുള്ള അർത്ഥത്തിലാണ്. അലക്കുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംസപിണ്ഡം. പിന്നെ മിദിയ ഉൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ, നമ്മൾ പറഞ്ഞു. ജൗൻ അന്തരീക്ഷം, കാലാവസ്ഥ. ഗരീബുൻ ജമ് ഗുറബ, സ്ട്രേഞ്ചർ, അപരിചിതൻ എന്നുള്ളതാണ്. മൂസൻ, മൂസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബ്ലേഡ് എന്നുള്ള അർത്ഥമാണ്. ബ്ലേഡ് അറബിയിൽ മൂസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലേഡ്, അല്ലെങ്കിൽ കത്രികക്കൊക്കെ എന്ത് പറയും, ബ്ലേഡ് എന്ന് പറയും. പക്ഷെ മൂസ എന്നുള്ള പേരെന്താണ്, അത് അറബി അല്ല, അത് അനർബി ആയിട്ടുള്ള പേരാണ്. പക്ഷെ അറബിയിൽ മൂസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലേഡിനാണ് പറയാ. മുസ്ലിമുൻ എന്ന് പറഞ്ഞാൽ ഇരുട്ട്. കനസ എന്ന് പറഞ്ഞാൽ ഇത് അടിച്ചു വാര, യക്നിസു. നളറ യൻദുറു നോക്കി എന്നുള്ളതാണ്. സക്കത്ത യസ്കുതു, പിന്നെ മിണ്ടാതിരിക്കുക. ജമഅ യജ്മഉ ഒരുമിച്ച് കൂടുക. ത്വബഖ യത്ബഖു എന്ന് പറഞ്ഞാൽ പാചകം ചെയ്യുക. ഖതഅ യഖതഉ മുറിക്കുക. ഹലഖ യഹ്ലിഖു എന്ന് പറഞ്ഞാൽ ഷേവ് ചെയ്യുക. അബദ യഅബുദു ആരാധിക്കുക. അലിമ യഅലമു അറിയുക. മനഅ യംനഉ തടയുക. ആദ യഊദു, ആദ യഊദു ശരണം തേടുക എന്നുള്ളതാണ്. ആദ എന്ന് പറഞ്ഞാൽ ശരണം തേടി എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഈ പാഠവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് 15ാമത്തെ പാഠത്തിലേക്ക് കയറണം. അതൊന്നുകൂടി വേറൊരു തലത്തിലേക്ക് പോവുകയാണ്. ലാ അന്നഹിയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 15ാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇത് ശരിക്കും എന്ത് ചെയ്യാം, ഫ്ലുവന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക, റിപ്പീറ്റേഷൻ നല്ല നടത്തുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും
ഈ ഒരു ഭാഷ സ്വായത്തമാക്കാനും അതോടെ ദീനിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والله تعالى أعلم. والسلام عليكم ورحمة الله وبركاته.